നിങ്ങൾ അടുത്തില്ലേ തോന്നുന്നു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും പന്ന പോലെ അടുത്ത് നിൽക്കാം കേട്ടോ. പന്ന പോലെ ഞങ്ങൾ ഈ സൈസിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഏത് സിനിമ ചെയ്യണേ എനിക്കിപ്പം ഞാൻ ബിജു മേനോനും മേതുൽ ദേവിക്കുള്ളൊരു പടം. അപ്പം ഞങ്ങൾ ഞാൻ അന്ന് അരമണിക്കൂർ പൊട്ടനാ ഞാൻ ക്യാബിൻ ക്രൂന് പഠിക്കുമെന്ന് വരുന്നില്ല. അതറിയില്ല നിങ്ങള് പുള്ളിക്കാരത്തി അന്ന് ഒരുപക്ഷെ വരുന്ന ഒരാളായാണ്. ഞാൻ ചായയിട്ട് വന്നേ നിങ്ങൾക്കൊക്കെ മാഡം ഒരു സെൽഫി. ഞാൻ ഈ ജോ ആൻഡ് ജോ കഴിഞ്ഞപ്പോൾ ചെറിയതായിട്ടൊരു ബ്രേക്ക് എടുത്തായിരുന്നേ. അതായത് ഒരു വേറെ പടം ആ സമയത്തേക്ക് വരുന്നൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല. വെറുതെ കുറച്ച് ദിവസം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെറുതെ മമ്മൂക്കനെ കാണുമ്പോൾ ഇപ്പം നമുക്ക് ചിന്ത ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ബ്രേക്ക് എടുക്കുന്നു. അപ്പം മമ്മൂക്കനോട് എന്ത് തേങ്ങ ഉണ്ടാക്കി ഒരു നമ്മുടെ ഹോളിഡേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പായസങ്ങളുണ്ട്. നിങ്ങൾ അത് കുടിച്ചിട്ട് ഏതാണെന്ന് പറയുന്ന ഒരു മത്സരം. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കഴിക്കണം. വിഷ്ണുടെ കഴിച്ചു തുടങ്ങി. അപ്പൊ ഇനി പറയൂ എന്താണ് ഈ പായസം? ഇത് ഓട്സ്. ഓട്സ്. ഇനി അടുത്തത് പച്ച കളർ പായസമാണ്. അല്ല, ഇത് പച്ചമുളക്. ഇത് മറ്റേ എന്താ പറയാ, കാരണം ഇന്ന് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ടാണ്. ഇത് ഞാൻ തന്നെ പിന്നി ഇത്രയും പ്രശംസിക്കാറില്ല. പാടിയെന്ന് എനിക്കറിയാം. പറ്റില്ല ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങോട്ട് പോയി. ഇനി അടുത്ത ചോദ്യമാണ്. ഓണത്തിന്റെ വരവറിയിച്ച് ഇതിനുള്ള ഉത്തരം നിഖിലം പറയാൻ നോക്കണം. കാരണം നമ്മുടെ ഏരിയയിലുള്ള ഒരു സാധനമാണ്. ഓണത്തിന്റെ വരവറിയിച്ച് വീട്ടിലൊക്കെ വരുന്ന തെയ്യത്തിന്റെ പേരെന്താ? ഓതിയാണോ? അല്ല, ഓണത്തിന്റെ വരവറിയിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്ന തെയ്യത്തിന്റെ പേര് ഒരു ക്ലൂ തരും. ഞാൻ തെക്കോട്ടായോണ്ട് നമ്മളവിടെ വരത്തില്ല. നോർത്തിലേക്ക് ഇത് വരുള്ളൂ. ഞങ്ങൾ തെക്കോട്ടുള്ളവരാണ്, നമുക്കറിയില്ല. നിഖിലേക്ക് അറിയാം പറയും. എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഭയങ്കര എളുപ്പമാണ്. ഞാൻ പറയട്ടെ, ഓണ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓണത്തെയ്യം അല്ല, ഓണത്തെയ്യല്ല. നമ്മളിങ്ങനെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. നമ്മുടെ അങ്ങോട്ടേക്ക് തെക്കോട്ടില്ല, ഇത് കണ്ണൂരൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ അടുത്ത ടാസ്ക് വയ്ക്കാൻ പോവാണ്. മാവേലി നാട് പണിയിടും കാലം എന്ന പാട്ട് പാടണം. വരി മൊത്തം വരി അറിയണമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ചതിയുമില്ല, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങളും മറ്റൊന്നുമില്ല. കിട്ടിയില്ല, ക്യാമറയിൽ കിട്ടിയില്ല. ഒരുമിച്ച് എല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെല്ലാവർക്കും ഒട്ടില്ലതാനും, ആദിയും വ്യാധിയും ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാറില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പുളിയും ഭജനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോ വെറുതെ സമയം കണ്ടല്ലോ നമ്മൾ അത് പഠിച്ചിട്ട് പഠിക്കണോ? പഠിക്കണല്ലോ. വിഷ്ണുട്ടൊന്നും പഠിക്കില്ല. വിഷ്ണു കലാവാസന കുറവാണ്. വിഷ്ണു പാടിക്കോളൂ. അല്ല, എനിക്ക് അത്രയും അങ്ങോട്ട് പറഞ്ഞാലും മതി. പാടണ്ട. പാടം ഇറക്കണമെങ്കിൽ ഞാൻ പാട്ടും പാടണോ? വിഷ്ണു ചേട്ടൻ അറിയാം. അനുശ്രീ പറഞ്ഞ പോലൊക്കെ തന്നെ എനിക്ക് അത്ര ഞാൻ യോജിക്കുന്നു, പൂർണ്ണമായി യോജിക്കുന്നു. ശ്രമിച്ചു നോക്കൂ. ഇല്ല, എനിക്ക് അത്ര ആദ്യത്തെ പ്ലീസ്. ഇനി അടുത്തത് മാവേലിയുടെ പുത്രന്റെ പേര്. ഇത് വിട്ടൊരു കളിയില്ലേ രേഖമേ. മാവേലിയുടെ ഫാമിലിയെ കുറിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ വെറുതെ ഓർമ്മിക്കാൻ എല്ലാവരും ക്ലൂ തന്നെ സമയം എന്നിലാണ് തുടങ്ങുന്നത്. മോളുടെ പേരാണോ ചോദിച്ചത്? മോന്റെ പേര്. മോന്റെ പേരോ? അടുത്ത അക്ഷരം കൂടെ. ബാല, ഭാനുമതി, ബാണാസുരനോ? അല്ല, കെട്ടിച്ചു കളഞ്ഞല്ലോ. പേരൊക്കെ ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ബാണാന്നൊക്കെ പറയുന്നത് അത് വെച്ച് ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാം. അത് ബാണാസുര ഡാം. ഇനി അടുത്ത ഇതാണ്.
നല്ല ടാസ്ക്. അതായത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ ഇല്ലാത്ത ഗുണം ഉണ്ടാക്കി പറയുക. അതാണ് ഇവര് വിഷ്ണു രാവിലെ 4 മണിയാകുമ്പോ എണീറ്റ് യോഗ ചെയ്ത് 6 മണിയാകുമ്പോ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കഴിച്ച് വ്രതം എടുക്കും. ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇനി വിഷ്ണുവേട്ടൻ പറയണം. ആരാച്ച പറയാം, 3 പേരുണ്ട്. അല്ല, ആരാച്ച പറഞ്ഞോളൂ. ഇല്ലാത്തൊരു ഗുണം ഉണ്ടാക്കി പറയണം. ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളൂ. വേറെ ആള് ചോദിച്ചിട്ട് വരുമോ അപ്പഴത്തേക്ക്? എന്നാ വിഷ്ണുവേട്ടൻ അഞ്ചേട്ടൻ പറയണം. അടുത്തിരിക്കുന്ന ആരുടെ ഗുണം ഉണ്ടെന്ന് നമ്മള് ഉണ്ടാക്കി നമ്മൾ പറയണം. അത് അനുശ്രീയാണ്. അവള് രാവിലെ നല്ല അടുക്കും ചിട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും, കുക്ക് ചെയ്യും, അല്ലേ? അത് ചെയ്യും. അല്ല, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുശ്രീനെ പറ്റിയുള്ള ചേച്ചിനെ പറ്റിയുള്ള ഒരു അവര് രാവിലെ കുക്ക് ചെയ്യില്ലേ, കഴിക്കണ്ടേ? നീ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറ. ഉച്ചയാകുമ്പോ എഴുന്നേക്കും, വല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെ പറ. അതില്ലാത്തോ? എല്ലാം ഉള്ള ഗുണങ്ങളാണ്, അതുകൊണ്ട് അവനൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി ഭാവന ഒന്ന് ഉണർത്തി കഴിഞ്ഞാൽ ഉണർത്ത് മറ്റേ ആ യന്ത്രം മേടിക്കണ ഭാവന, മറ്റേ സിനിമയിലെ സംയുക്ത ചേച്ചി കൊണ്ടുവരുന്നത്. നിനക്ക് എന്നെ പറ്റി തേങ്ങ ഇല്ലാത്ത ഗുണം, ഇല്ലാത്ത കാര്യം പറയാനാ പറഞ്ഞേക്കണം, നുണ പറയാനാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, അവർക്ക് എല്ലാം അറിയാം. മഹാബലിയുടെ ഫാമിലി ഹിസ്റ്ററി മൊത്തം അവർക്ക് അറിയാം. ഈ വിഷയം പറ. ഞാൻ ഇവരുടെ 2 പേരുടെയും കാര്യം പറയാം. രണ്ടുപേരും പടം ഷൂട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ പൈസ ചോദിച്ചു മേടിച്ചു പോകുന്ന ആൾക്കാരാ. ചോദിച്ചു മേടിച്ചോ ഇല്ലാത്ത പറഞ്ഞത്. ഇതിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞപ്പോ പൈസ മേടിക്കില്ല. ഓക്കെ, അതാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പോരെ. നിഖിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറെ ഉണ്ടാക്കി പറയാൻ കുറച്ചും കൂടി പറ്റുന്നു. നിഖിൽ ഒരു അവസരം തരുവാണെങ്കിൽ ഇതിൽ ആരെ പറ്റിയാണ് ഇല്ലാത്തൊരു ഗുണം ഉണ്ടാക്കി പറയാൻ പറ്റുക? ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയാറില്ല, അറിയില്ല. എന്ന് പറയൂ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഇല്ലാത്ത. എന്നെ നോക്കുന്നത് എന്തിനാ? ഇത് വിഷ്ണുവേട്ടനെ നോക്കിയിട്ട് പറഞ്ഞോളൂ. വിഷ്ണുവേട്ടനെ നോക്കിയിട്ട് ഇല്ലാത്തൊരു കാര്യം പറയാം പറ്റിട്ട്. വിഷ്ണുവേട്ടനെ പറ്റിയിട്ട് ഇല്ലാത്തൊരു കാര്യം എന്നെ പറ്റി എന്ത് പറഞ്ഞാലും അതിന് ഇത്തിരി എന്തെങ്കിലൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല. ഇല്ല, എന്നാ അടുത്ത ക്വസ്റ്റ്യനിൽ പോകല്ലേ നമുക്ക്. ഉള്ളൊരു കാര്യം പറ. അതെ, ഇതിലും ഭേദം ഉള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് അറിയാത്ത ഉള്ളൊരു കാര്യം പറയാൻ പറഞ്ഞു. നല്ലൊരു കാര്യം പൊക്കി പറയുന്നത് നല്ലൊരു കാര്യം, മൂപ്പർക്ക് സന്തോഷമായിട്ട് എന്താണ് ആ രീതിയിൽ. വിഷ്ണുവേട്ടനൊരു നല്ല മനുഷ്യൻ. കൊറേ ഉണ്ടല്ലോ പറയൂ. ഇപ്പൊ അവളില്ലാത്ത കാര്യം ഉണ്ടാക്കി ചോദ്യം തിരിച്ചു. എന്താ വിഷ്ണുവേട്ടനെ പറ്റി പറയാം? വിഷ്ണുവേട്ടൻ നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് എന്തും പറയാം, തിരിച്ചു കിട്ടുന്നേ ഉള്ളൂ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒരു നല്ല 2-3 കൂടി ഉണ്ട്, പക്ഷെ എളുപ്പമാണ്. മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഏത്? തമിഴ്നാട്ടില്. അറിയായിരുന്നോ? നമ്മുടെ ഇവിടെ മഹാബലിപുരം. തമിഴ്നാട്ടിലുണ്ട്. ഓക്കെ, ഇനി വാമനന്റെ മാതാവ് ആര്? അത് നിങ്ങൾക്കൊക്കെ അറിയാം. ആക്ച്വലി നമുക്ക് നമ്മുടെ ലക്ഷ്മി ദേവിയാണോ? അല്ല, നമ്മുടെ ഒരു ആക്ട്രസിന്റെ പേരാണ്. പഴയതോ പുതിയതോ? പുതിയത്. നിങ്ങളുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് അനാർക്കലിയാണോ? അനാർക്കലി അമ്മയുടെ പേരോ? ആ പേര് ഞാൻ എടുത്തതാ, കാരണം ഒരു മറ്റൊരു പഴയ ഒരു പേര് പോലെ ഇല്ലേ. അത് പക്ഷെ മുഗൾ പേരാണ് അനാർക്കലി. ആക്ച്വലി മാവേലിന്റെ അമ്മയുടെ പേര്. മഹാബലിയുടെ ആണോ വാമനന്റെ ആണോ? വാമനന്റെ. വാമൻ നമ്മുടെ വാമനാക്കി അവതാരല്ലേ? അതൊക്കെ ലക്ഷ്മിയാണോ? അല്ല, ലക്ഷ്മി എങ്ങനെയാണ് വാമനന്റെ അമ്മ? അവതാരം വിഷ്ണു ആണെങ്കിൽ എങ്ങനെയാണ്? അതിഥി. അപ്പൊ വിഷ്ണുവേട്ടൻ ഉത്തരം പറഞ്ഞ ഒരു ടാസ്കും കൂടി ഉണ്ട്. അതിഥി ഞാൻ ഓർത്തില്ലല്ലോ. സെലിബ്രിറ്റി 500 രൂപ ചോദിച്ചപ്പോ ഓർത്തല്ലോ. പ്രിയപ്പെട്ട ഒരു കാര്യം നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഗൂഗിൾ പേ ചോദിച്ച വ്യക്തിയാന്ന്? അത് പറഞ്ഞ കറക്റ്റ് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ വിഷ്ണുവിന്റെ ടാസ്ക് ഇല്ല, നിങ്ങൾക്ക് 3 പേർക്കും ടാസ്ക് ഉണ്ട്. ടാസ്ക് ഇതാണ്, സെലിബ്രിറ്റി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കാര്യം എന്താണ്? സെലിബ്രിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കാര്യം. ഞാനെല്ലാം ചെയ്യാറുണ്ട്. സെലിബ്രിറ്റി ആണെന്നുള്ള ഇത് വെച്ചിട്ടൊന്നും ഇല്ല, ചെയ്യാണ്ടിരിക്കൽ പരിപാടിയൊന്നുമില്ല.
ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ സെലിബ്രേറ്റ് അല്ലേ, ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചൂടെ, എന്തിനെ പറ്റി അങ്ങനെ ചോദിക്കാറ്? ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവാമോ നിങ്ങൾ കുറച്ച്. ഒന്നും ഇല്ലാണ്ട് നമ്മൾ റെഡി ഒന്നും ആവാണ്ട് പിന്നെ എന്നെ എപ്പോഴും എറണാകുളത്തും ലുലുലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നോടൊക്കെ പണ്ട് പറയായിരുന്നു, ഇങ്ങനെ നീ ലുലു മോളിൽ പോയി നിന്റെ ഒരു ഇനാഗുറേഷൻ പോലും വിളിക്കാത്ത ആൾക്കാർ നിന്നെ കാണാൻ ലുലു മോളിൽ. അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നില്ല. ഫുഡ് പോലും കഴിക്കാതിരിക്കാറില്ല. എന്നിട്ട് എങ്ങനെയാ അപ്പോ അധികം തടിക്കാത്ത? എന്താ, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യോ അതോ ഇങ്ങനെ തന്നെയാണ്? അത് ഇവിടെ അല്ലേ നമ്മുടെ മനസ്സിൽ കുശുമ്പോ അസൂയ നിറച്ചാൽ മതി. അഞ്ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സെലിബ്രിറ്റി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ? ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ പണിക്കാൻ പറ്റൂല. അത് കറക്റ്റാണ്. അതെ, പഠിക്ക് പോയി ജീവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി പാടായി. അങ്ങനെ പോവാൻ ആഗ്രഹമില്ലല്ലോ നിങ്ങൾക്കൊന്നും? അങ്ങനെ വേറെ പണിക്ക് പോകണമെന്നുണ്ടോ? ചില ദിവസമൊക്കെ തോന്നാറുണ്ട്. ഫോണെടുത്ത് ആരും വിളിക്കുന്നില്ലല്ലോ. വേറെ എന്ത് പണി? മറ്റേ ബോട്ടണിയല്ലേ പഠിച്ചത്? അതിനുള്ള പണി ഇപ്പൊ നമുക്ക് പഠിച്ചിട്ട് കിട്ടില്ലല്ലോ. നമുക്ക് അല്ലാത്ത കുറച്ച് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ ഇപ്പം അതിനൊരു പഠിച്ച് മൈഗ്രേറ്റ് ചെയ്ത് വല്ല ഓസ്ട്രേലിയക്ക് അതിന് പഠിക്കണ്ടേ. ഇപ്പൊ പെട്ടെന്ന് പോകാൻ പറ്റില്ല. കല്യാണം കഴിച്ചുമ്പോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എന്തിനാണ് കല്യാണം കഴിക്കാൻ ഇവരെ കെട്ടിക്കാൻ? അങ്ങനെ കെട്ടിപ്പോയാലല്ലേ പുതിയ നല്ല ആളുകളൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വരുള്ളൂ. അങ്ങനെ നിങ്ങളൊന്നും എവിടെ പോകുന്നില്ലല്ലോ. കല്യാണം കഴിച്ചോളെ തന്നെ നമ്മള് സെറ്റിൽ ആയില്ലേ? ഞങ്ങൾ മാത്രം എന്തിനാ കല്യാണം കഴിച്ചോളെ കല്യാണം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. അല്ല, പുറത്ത് പോവാണെങ്കിലുള്ള കാര്യം പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ ഒരു പുറത്ത് എവിടെയും ഡിഗ്രിക്ക് ഓസ്ട്രേലിയ പോകണമെന്നുണ്ടോ ആഗ്രഹം? എനിക്ക് എവിടെ പോണം, എനിക്ക് ഇവിടെ എങ്ങോട്ട് നിന്നാ വെറുതെ എന്റെ നിങ്ങളത് വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല. കേരളം വിട്ടുപോകാൻ ഒരു താല്പര്യമില്ല. അതെ. മേത്തിൽ ദേവിക ചേച്ചി ഇതിലൊരു ലീഡായിട്ട് ചെയ്യുന്നുണ്ട് ബിജു മേനോൻ സാറിന്റെ കൂടെ. സോ ചേച്ചീനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു എന്ന് പറയുണ്ടായി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് സിനിമയ്ക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് 4 ദിവസം മുന്നെയാണ് എന്താ പറയുക റെഡി ആയിട്ട് കുറേ ഓട്ടപ്പാച്ചിലായിരുന്നു എന്നൊക്കെ കേട്ടു. അപ്പം ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് 37 തന്നെ വേണം എന്നുള്ളൊരു കാര്യത്തിൽ. അത് 2 ഇതായിട്ടാണ്. അതായത് ഒന്ന്, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ഒരു 40+ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം സിനിമ നടിയല്ലാത്ത, എപ്പോഴും കണ്ട് ഇതല്ലാത്ത, എന്നാൽ ഒരു പബ്ലിക് ഫിഗറായിട്ട് ആൾക്കാർ അറിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ചിന്തിച്ചപ്പോൾ ഏറ്റവും നല്ലതാണെന്ന് തോന്നി. നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മുടെ ക്യാമറമാന് ജോമോന്, നമ്മുടെ എഡിറ്റർ ഷമീർ, ഹാരിസ്, നമ്മുടെ ടീം, നമ്മളെല്ലാവരും ആലോചിച്ചപ്പോൾ പുള്ളിക്കാരി ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്നൊരു ഇത് വന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ ആലോചിക്കുമ്പോഴൊന്നും, കഥ പറയാൻ പോകുമ്പോഴൊന്നും പുള്ളിക്കാരി ഇത്രയും സിനിമകൾക്ക് വേണ്ടിയിട്ട്, അപ്പം ഞാൻ ആദ്യം പോകുന്നത് വെച്ചാൽ ഞാനാണ് ആദ്യമായിട്ട് സിനിമ കഥ പറയാൻ വന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത്. പിന്നെയാണ് ഇതെല്ലാം അറിയുന്നത്. അതിനുശേഷം പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്കിത് മറ്റേ വാശി പോലെയായി. എങ്ങനെങ്കിലും ഇത് പുള്ളിക്കാരെ ഇന്നാക്കണം, കൊണ്ടുവരണം എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തൊരു കാര്യമാണ് അത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വന്നതുകൊണ്ട് സിനിമയ്ക്കും നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ബിജുചേട്ടനും പുള്ളിക്കാരുടെ പെയറും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിഖില പറയുന്നത് പിന്നെ ഞാൻ എനിക്കൊരു നിഖില ഈ സിനിമയിൽ ഞാൻ പറയട്ടെ. അനുശ്രീചേച്ചിയുടെ ഹൗസ് വാമിങ്. അപ്പൊ അനുശ്രീച്ചുണ്ട്, ഞാനുണ്ട്, അനു ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ അടുത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ രണ്ടുപേരും പന്ന പോലെ അടുത്ത് നിൽക്കുക കേട്ടോ. പന്ന പോലെ ഞങ്ങൾ ഈ സൈസിങ്ങിലുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാ അത്? ദിലീപേട്ടൻ വന്നപ്പം വിഷ്ണുവേട്ടൻ പരിചയപ്പെടാം. ഞാൻ വിഷ്ണു മോഹൻ, മേപ്പടിയാന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപായിട്ട് ചോദിക്കാം അടുത്ത ഏത് സിനിമയാണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബിജു മേനോനും മേതുൽ ദേവിക്കുള്ളൊരു പടം. അപ്പം ഞങ്ങൾ ഞാൻ അന്ന് 1/2 മണിക്കൂർ പൊട്ടന ഞാൻ തൊട്ടടുത്ത് നിൽക്കുക, ഇവരും കൂടെ അത്രയും എഫേർട്ട് എടുത്തതുകൊണ്ട് ഞങ്ങളൊന്നും മറ്റേ എഫേർട്ട്ലെസ് ആയിട്ട് വന്നതാണ്. വിളിച്ചാൽ അങ്ങനെയാണല്ലോ ഞങ്ങളൊക്കെ പോണേ. അതുകൊണ്ട് മറ്റേ അത്ര എഫേർട്ട് എടുത്തുകൊണ്ട് പുള്ളിക്ക് അത് മാത്രം ഓർമ്മയുള്ളൂ. ഇപ്പോഴും ചോദിച്ചാൽ മേതുൽ ദേവികയും ബിജു മേനോനുള്ളൊരു സിനിമ. അപ്പം ഞങ്ങൾ ഇപ്പോഴും അതാ പറയുന്നത്, മേതുൽ ദേവികയും ബിജു മേനോനുള്ള സിനിമയുടെ പ്രൊമോഷൻ അല്ലേ ഞങ്ങൾ വരുന്നത്. അല്ല, ആക്ച്വലി നമ്മളിപ്പം നിഖിലെ, അനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ കുറിച്ച് എപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇടത്തോട്ട് നോക്കി ഞങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവളുണ്ടാകുന്നുണ്ടല്ലോ.
പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ കണ്ട് ഞാൻ നോക്കണേ. അപ്പൊ ഇവരൊക്കെ ഉണ്ട് അപ്പൊ അത് പുള്ളി കേൾക്കുന്നത്. ഇനി ഇല്ല ഞാനുണ്ടല്ലോ, അതായത് ഞാൻ പണ്ടത്തെ ഇതിലോട്ട് പോവായിരുന്നു. ഞാൻ അനുശ്രീ ചേച്ചിന്റെ ഒരു കാര്യം പറയുകയാണെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് വിചാരിക്കുന്നു. ഇതിന്നാണ് അനുശ്രീ എന്ന് പറഞ്ഞ ഒരാള് നമ്മളിങ്ങനെ കണ്ടു തുടങ്ങിയത്. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പച്ച ധാവണിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഓഡിയൻസ്, നിങ്ങൾ കണ്ടില്ല വിവിൽ ബിഗ് ബ്രേക്ക് സാറിന്റെ. അപ്പൊ മറ്റേ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് മറ്റേ പച്ച ധാവണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഭയങ്കര വർത്താനം പറഞ്ഞു. അപ്പം ഇന്ന് നമ്മളിങ്ങനെ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള റോൾസും കാര്യങ്ങളൊക്കെ പലരും ചെയ്ത് കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സ്റ്റേജിൽ ആ ഒരു ഒഫീഷ്യലല്ലാത്ത രീതിയിൽ വന്ന് സംസാരിക്കുന്നതിന്റെ ഒരു സാധനം ഞാൻ ഫസ്റ്റ് കണ്ടത് ഇവിടുന്നാണ്. ഇന്ന് അന്നത്തെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമ്പോ എന്താ പറയാ, ഫസ്റ്റ് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് അന്നത്തത് കാണണ്ട. ഇപ്പൊ ലാസ്റ്റ് ഇപ്പം ഈ കഥ ഇന്ന് വരെ കാണുവാണെങ്കിലും നമുക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ചമ്മലും ചിരിയും ഒക്കെയാണ്. ഇത് എന്തെന്നാ ഞാൻ ഈ കാണിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമുക്കൊരിക്കലും നമ്മളിപ്പോ പിന്നെ ഒരാഴ്ച മുമ്പോ ഒരു മാസം മുമ്പോ ചെയ്ത മൂവി ആണെങ്കിലും നമ്മൾ കാണുമ്പോൾ അത് ശരിയായില്ല, അതങ്ങോട്ട് ഒത്തില്ല, ഇത് തന്നെയായിരിക്കും. എനിക്കിപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ 12 വർഷം മുമ്പ് ചെയ്ത റിയാലിറ്റി ഷോന്റെ പെർഫോമൻസ് കണ്ടാലും പിന്നെ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ഏത് മൂവി കണ്ടാലും എനിക്ക് എപ്പോഴും എൻ്റെ അഭിനയം കാണുമ്പോൾ ഭയങ്കര ചിരിയും ചമ്മലും. ഞാൻ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിയും വരും, ഞാൻ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിലും വരും എന്നുള്ള അവസ്ഥ. അതെന്താന്നറിയില്ല. എൻ്റെ പേരൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ തലവനാണ് ലാസ്റ്റ് നമ്മൾ ചെയ്ത് എൻ്റെ റിലീസായ മൂവി. അപ്പം അതിൽ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ കുറച്ചൊരു ഇമോഷണലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴേ എൻ്റെ കരച്ചിൽ കാണുമ്പോൾ, എൻ്റെ ദയനീയ അവസ്ഥയും ദാരിദ്ര്യമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം. ഞാനിങ്ങനെ നോക്കിയിട്ട് ഇതെന്തിനാ ഇവരിങ്ങനെ സങ്കടപ്പെടുന്നത്? അല്ലെങ്കിൽ ഞാൻ കരയണ സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരിക്കലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് അത് കൊള്ളാലോ, ഞാൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അന്ന് ചെയ്ത പെർഫോമൻസ് നോക്കിയിട്ട് ഇപ്പൊ എന്താ തോന്നണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും ഒക്കെ ഒരേ തോന്നൽ തന്നെയാണ്. എന്താ ഞാൻ ഈ കാണിക്കണേ? നമ്മള് ക്യാബിൻ ക്രൂന് പഠിക്കും എന്ത് വരുന്നില്ല. അതെ അതെ അതെ, നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കും. അതറിയില്ല നിങ്ങള്? പുള്ളിക്കാരത്തി അന്ന് വരുന്ന ഒരാളായാണ്. ഞാൻ ചായയിട്ട് വന്നേനെ നിങ്ങൾക്കൊക്കെ. ഞാൻ ചോദിച്ചു മാഡം ഒരു സെൽഫി. അപ്പം അന്ന് ഇങ്ങനെ സിനിമ അല്ലായിരുന്നെങ്കിൽ ശരിക്കും അപ്പം അതിനായിട്ട് പോവായിരുന്നു അല്ലേ? അങ്ങനെയല്ലടാ, ശരിക്കും എൻ്റെ ഓരോ ടേമിൽ ഓരോ ആഗ്രഹങ്ങളായിരുന്നു. ശരിക്കും 10ാം ക്ലാസ് വരെ എനിക്കൊരു ടീച്ചർ ആവണം എന്നുണ്ടായിരുന്നു. പിന്നെ +1 +2 ഞാൻ കുറേ NCCയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഒരു ആർമി ഓഫീസർ ആവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം NCCയിൽ നിന്നപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് നോക്കി, ഇത് കഴിഞ്ഞിട്ടുള്ള എക്സാം ഏത് എഴുതണം അങ്ങനെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഡിഗ്രി പകുതി എത്തിയപ്പോഴത്തേക്ക് പതുക്കെ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ട് ഏവിയേഷൻ്റെ ഒരു ഡിപ്ലോമ എടുക്കാൻ തോന്നി. അങ്ങനെ പോയ സമയത്താണ് മീഡിയയിലോട്ട് പതുക്കെ വരുന്നതും, ആൽബംസ്, ചാനൽ, അങ്ങനെ പോയിട്ടാണ് ഇങ്ങനെ വഴിതെറ്റി ഞാൻ ഇവിടെ വന്ന്. ആ വഴിതെറ്റിയല്ല, റൂട്ട് ദൈവം ഇതിപ്പോ വരും വഴിതെറ്റി സിനിമയിലേക്ക്. അതല്ല, ടീച്ചർ, ആർമി ഓഫീസർ, ഏവിയേഷൻ, ആ വഴി കേട്ടോ. കൊടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇപ്പൊ വരും. പിന്നെ കുട്ടിക്ക് സിനിമയിൽ വരെ ആഗ്രഹം ഇല്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞെന്താ? എന്നിട്ട് പിന്നെ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് 10 വയസ്സിൽ സിനിമ എനിക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എന്റെ വീട്ടുകാരൊക്കെ അഭിനയിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാ സിനിമയിൽ വന്നത്. എനിക്ക് ആദ്യം ഞാൻ സിനിമയിൽ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ ഭാഗ്യദേവതയിലാണല്ലോ. അതിലാണെങ്കിൽ എല്ലാ സീനിയർ ആക്ടേഴ്സും ഇന്ന് ആലോചിക്കുമ്പോൾ അവരുടെ കൂടെ അന്ന് അഭിനയിച്ചത് കൊണ്ട് ഞാൻ അഭിനയിച്ചു എന്നുള്ളതുണ്ട്. പക്ഷെ അന്ന് എനിക്കൊരു ആരവരൊക്കെ ഇവരൊക്കെ വരാണ്. ഞാൻ ഒന്ന് ബോർഡിങ് സ്കൂളിലായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് യൂഷ്വലി സിനിമ കാണാൻ പോകുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ബോർഡിങ് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ സിനിമ കാണുന്നതും ഭയങ്കര കുറഞ്ഞു. അപ്പം എനിക്കങ്ങനെ സിനിമയോട് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ യൂഷ്വലി സിനിമയിൽ വരും, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ സിനിമയിൽ ഞാൻ ഡാൻസർ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ CBSE ആയിരുന്നു, സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പം സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഐറ്റംസ്? ഞാൻ പോയിരിക്കുന്നത് കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം, ഇതൊക്കെയാണ് ഞാൻ പോയിരിക്കണം, മോണോ ആക്ടൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ സിനിമയിൽ വരുന്നത്. കാരണം എനിക്ക്
ആരും പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ പണ്ടൊരു ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും അങ്ങനത്തെ പ്രശ്നം പബ്ലിക് കുറെ ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ പോകുന്നൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കത് ഭയങ്കര പെട്ടെന്ന് ഇതൊക്കെ ആവും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ ഞാൻ വരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോ ഇങ്ങനെ പിന്നെ ഇപ്പൊ എല്ലാരും അനുഭവിക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ നമ്മൾ വിചാരിക്കാണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊരിക്കലും വിട്ടു പോവാണ്ട് ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് ഇതന്നെ ചെയ്യാം, അതല്ലേ നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഇനിയിപ്പോ കുറച്ചൊരു ബ്രേക്ക് എടുത്ത കഥ ഞാൻ അറിഞ്ഞായിരുന്നു, മമ്മൂക്ക് പറഞ്ഞു. അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? ഇല്ല, അങ്ങനെ ഇവരാരും അറിയാൻ സാധ്യതയില്ല. അതൊന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ തമിഴില് ഇവിടെ പറയത്തൊക്കെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടേ തമിഴില്. ഞാൻ ഈ ജോ ആൻഡ് ജോ കഴിഞ്ഞപ്പോൾ ചെറിയതായിട്ടൊരു ബ്രേക്ക് എടുത്തായിരുന്നേ. അതായത് വേറെ പടമൊന്നും ആ സമയത്തേക്ക് വരുന്നൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ല, വെറുതെ കുറച്ച് ദിവസം വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെറുതെ മമ്മൂക്കനെ കാണാൻ പോയപ്പം നമുക്ക് വെച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു ബ്രേക്ക് എടുക്കുന്നു. അപ്പം മമ്മൂക്കനോട് എന്താ തേങ്ങ ഉണ്ടാക്കിയാണ്. ഓക്കെ, അവനോട് ഇപ്പം വേണേ പണിയെടുത്തോ, ഇപ്പോഴേ നിനക്ക് ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ ഇപ്പം വേണേ പണിയെടുത്തോ എന്ന് പറഞ്ഞത് ഞാനൊന്ന് അവിടെ പോയി പറഞ്ഞായിരുന്നു. അതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം ഉണ്ട് കേട്ടോ. പക്ഷെ ഇല്ല, ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. എനിക്ക് ജോ ആൻഡ് ജോ ഞാൻ 1 വർഷം കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യണേ. പക്ഷെ അതിപ്പോഴാ, അന്ന് പുള്ളി പറഞ്ഞതിന്റെ ഇപ്പൊ വല്ലാതെ പണിയെടുക്കുന്നു. നമുക്ക് പായസം കുടിച്ചാ കേട്ടാ. പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെ വെറുതെ കുടിക്കാൻ നമ്മൾ ഉണ്ടാക്കണോ? അല്ല, ഉണ്ടാക്കൊന്നും വേണ്ട. ഒരു നമ്മുടെ ഹോളിഡേന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പായസങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് കുടിച്ചിട്ട് ഏതാണെന്ന് പറയണം. ഏതാന്ന് പറയണ ഒരു മത്സരം. ഒരു ടാസ്ക് പോലെ. അവർ 5-6 വയസ്സുണ്ടാവും അല്ലേ? ഓക്കെ, വെറൈറ്റി ആട്ടോ. അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മള് 4 കൂട്ടം പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 4 കൂട്ടം പായസം വെറൈറ്റി പായസമാണ്. ചക്കയോ അങ്ങനത്തെ ഒന്നുമല്ല, പാലടയോ അല്ല. പക്ഷെ നിങ്ങൾ കുടിച്ച് കണ്ടുപിടിക്കണം. അവിടെയാണ് കഴിവ് നമ്മൾ തെളിയിക്കേണ്ടത്. നീല ഓൾറെഡി മണത്തൊക്കെ നോക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ കിട്ടിയെന്നൊക്കെയാണ് പറയണത്. ശരിക്കും നീലയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതെ അതെ അതെ, മണത്ത് നോക്കി കണ്ടുപിടിക്കണം. അതിന് ബുദ്ധി ഇതല്ല പറയുന്നത്. അല്ല, നേരത്തെ ചോദിച്ച ഉത്തരങ്ങൾ കൂടുതൽ പറഞ്ഞു നീലയാ. അതെ, അത് പറഞ്ഞായിരുന്നു. ഇതില് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു നീല ഇതൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. അതെന്റെ ഒരു അതല്ല, ഇതിന് മുന്നേ പക്ഷെ എന്നാലും നീലയ്ക്ക് ഭയങ്കര ബുദ്ധിയല്ല. ഇതിന് മുന്നേ ഞാൻ വേറൊരു ഓണം ഇന്റർവ്യൂ കൊടുത്തതിൽ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു ഞാൻ കുറച്ച് വൈറലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാരത് പറയണത്. ടേസ്റ്റ് ചെയ്യാനായിട്ടില്ല കേട്ടോ. അത് എല്ലാരും എടുക്കൂ. എല്ലാരും സ്പൂണും ഫസ്റ്റത്തെ പായസം. ഇത് എന്താണെന്ന് പറയണം. അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കഴിക്കണം. വിഷ്ണുട്ടൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പൊ ഇനി പറയൂ, എന്താണ് ഈ പായസം? ഇത് ഓട്സ്. അതെ, ഇനി അടുത്ത പായസം. ഇത് ബാക്കി കുടിക്കാവോ? ബാക്കി കുടിക്കാം. അവസാനം കുടിക്കാം. ഇനി അടുത്തത് പച്ച കളർ പായസമാണ്. അല്ല, ഇത് പച്ചമുളക്. പച്ചമുളക് എരിയുന്നുണ്ട്. ഇനി അടുത്തത് പച്ചമുളകാ. അവസാനം നമുക്ക് കുടിക്കാം മൊത്തം, സീനില്ല. ഇത് ഇനിയുള്ളത് ഏതാണ്? കണ്ട അടപ്രഥമനൊക്കെ പോലെ ഉണ്ട്, പക്ഷെ അടപ്രഥമൻ അല്ല അല്ലേ? ഇത് മറ്റേ എന്താ പറയാ, കാരണം എന്ന് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ടാണ്. തേങ്ങയല്ല. എന്നുപയോഗിക്കണേ അല്ല. നമുക്ക് ക്യാരറ്റ് അല്ല. അല്ല, അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നും ഉപയോഗിക്കുവോ? അറിയില്ല എനിക്ക്. ഉള്ളിയോ? ഉള്ളിപ്പായസ. ഉള്ളി എല്ലാം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഉള്ളി കാരമലൈസ്ഡ് ഒണിയൻ. ഇനി അവസാനത്തെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ അവര് പറയട്ടെ. ഇതും അറിയാം. ഭയങ്കര നെയ്യ്. ആപ്പിൾ ആണോ? ആപ്പിൾ ആണോ? അല്ലല്ല. നെയ്യിന്റെ ടേസ്റ്റാ കൂടുതൽ. പക്ഷെ ഉള്ളതിൽ ഏറ്റവും ടേസ്റ്റ് ഇതിനാ അല്ലേ? നെയ്യ് ഭയങ്കരമായിട്ട് മുമ്പിൽ നിൽക്കുന്നില്ല. ഇതൊന്നും ഉപയോഗിക്കത്തില്ലേ? ആഴ്ച ഒന്നാണോ ഇത്? എന്ന് ഉപയോഗിക്കുന്നതാണോ? അല്ല, ഇതൊരു സീസണാ. സീതാഫലാണോ? അല്ല, ഫ്രൂട്ടാണോ? ഫ്രൂട്ടല്ല.
ഫ്രൂട്ടാണ്. ഫ്രൂട്ടാണ്, പക്ഷെ ഒരു പേരാണ്. പേരല്ല. നമ്മുടെ നാട്ടിലത്തെ നാടിന്റെ ചക്ക അല്ല, മാങ്ങ. മാങ്ങയാണോ? മാങ്ങ പറയൂ, സ്പെസിഫൈ ചെയ്ത് പറയൂ എന്താണ്. ഏത് മാങ്ങയാണെന്നോ? പച്ചമാങ്ങ. ആ പച്ചമാങ്ങയോ? പച്ചമാങ്ങ. ഇതോ? പക്ഷെ എനിക്കത് കിട്ടിയില്ല. നിങ്ങൾക്ക് എന്തോ നമുക്ക് പരിചയമുള്ള ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ? എനിക്ക് ആദ്യത്തെ പച്ചമാങ്ങ. പച്ചമാങ്ങയാണോ? ആദ്യത്തെ ഏതായിരുന്നു? ഇനി എന്താ ക്യാരറ്റ്? ഇതെന്താ? ഓട്സും അല്ലായിരുന്നു. എന്താ ക്യാരറ്റോ? പംകിൻ. എന്റെ അടുത്തൊന്ന് പറയൂ. ഏതാ? പംകിൻ ആണോ? മത്തങ്ങ. പംകിൻ അല്ലേ? പംകിൻ ആണോ? ആണോ? പപ്പായ അല്ല. ഇതും സീസണലാണോ? എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ല. ഇതെനിക്ക് അറിഞ്ഞൂടാ. ഇത് സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഈ കളർ വരണമെങ്കിൽ ആ കളറുമായിട്ടുള്ള എന്തെങ്കിലും ആവണ്ടേ? മത്തങ്ങയാണോ? മത്തങ്ങയല്ല, മത്തങ്ങയല്ല. ഇനിയിപ്പോ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് പറഞ്ഞു കേട്ടോ ആണ്. പപ്പായ അല്ല, മത്തങ്ങ അല്ല. പപ്പായ അല്ല, ക്യാരറ്റ് വല്ല ഒന്നും അല്ല. ബീട്രൂട്ട്. ബീട്രൂട്ടിന് ഈ കളർ വരില്ലല്ലോ. കളറാണ്. കക്കയോ? 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 എന്തോ ചേട്ടാ? അല്ല, നിങ്ങൾ ഗസ് ചെയ്തോളൂ. എന്റെ ടേസ്റ്റ് എന്താ? എനിക്ക് കഴിക്കാത്ത തന്നെ മനസ്സിലാവും. ക്യാരറ്റ് ആണോ? അല്ല. ഒരു ക്ലൂ. ഓറഞ്ച് ആണോ? തക്കാളിയോ? 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 അതാ അവിടുന്ന് പറഞ്ഞത് തക്കാളി. ഇത് ഞാൻ കക്കാന്നാ കേട്ടെ. തക്കാളി പൈസ എങ്ങനെയുണ്ട്? കൊള്ളാവോ? തക്കാളിയാണെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല. പച്ചമുളക് പച്ചമുളക് മനസ്സിലായി. പച്ചമുളക് ഓട്സും കിട്ടും. ഓട്സും കിട്ടി. ഇതിൽ പേര് കൊള്ളാവുന്ന ഏതാ ടേസ്റ്റ്? എനിക്ക് ഓട്സ് ഇഷ്ടപ്പെട്ടു. ഓട്സ് ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ആ ഉള്ളിയുടെ കുഴപ്പമില്ല, പക്ഷെ ഉള്ളി എനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല. ഇതാണ് മറ്റേ യൂട്യൂബേഴ്സ് ഒക്കെ കണ്ടോ പച്ചമുളക് കൊണ്ട് പായസം എന്നൊക്കെ പറയുമ്പോ. പായസം കുളിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ബുദ്ധിക്ക് ഒരു ടാസ്ക് തന്നോട്ടെ. ബുദ്ധിക്ക് ബുദ്ധിയുള്ളത് മരവിച്ച് മധുരം ചെന്നപ്പോ മധുരം സെറ്റ് ആവാൻ വേണ്ടിട്ട് ഒന്നുമില്ല. മലയാള മാസൊക്കെ ഓർഡറിൽ അറിയൂ. മലയാള മാസം. മലയാള മാസം ചിങ്ങം കന്നി. ഞാൻ പറയാം. ഇവിടുന്ന് തുടങ്ങാം. വിഷ്ണുന്റെ ഞാൻ ചിങ്ങം പറയാം, അടുത്ത നിങ്ങൾ പറയാം. അങ്ങനെ പറ്റില്ല. ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം. മിഥുനം കർക്കിടകം. ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പറഞ്ഞത്. ഇത് എല്ലാവരും കൂടെ കൂട്ടായിട്ട് പറഞ്ഞു. അനുചേട്ടൻ അറിഞ്ഞൂടാ. ട്രൈ. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. ഞാൻ ഒന്ന് പറയാം. തുലാം വൃശ്ചികം ധനു മകരം പഠിച്ചിട്ട് കുംഭം പറയാം. മേടം ഇടവം മിഥുനം കർക്കിടകം. ഞാൻ പറയാം. ചിങ്ങം കന്നി തുലാം വൃശ്ചികം. പറയണോ? ഇനിയും പറയണോ? ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം. കർക്കിടകം തീർന്നു. എല്ലാവർക്കും അറിയാം. എനിക്കറിയാം. അറിയാമെന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞ അറിയില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോ അറിയാത്ത നിങ്ങളേക്ക് അറിയോ? ഇത് പറഞ്ഞിട്ടാണ് എന്റെ മറ്റേ ഇന്റർവ്യൂല് വൈറലായതല്ലേ? അതാണ് ആൾക്കാർ പറയണത്. എനിക്ക് ഓണത്തിനെ പറ്റി എന്തൊക്കെ അറിയാം. ഓണവും ഈ മാസമായിട്ട് എന്ത് ബന്ധം? അന്ന് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ശരിക്കും ഓണം എന്ന് പറയുന്നത് എന്താന്ന് കഥ അറിയോ? ഹിസ്റ്ററി പറയൂ. ആരാ പറയാ? മഹാബലി കാണാൻ വരുന്നതല്ലേ. പക്ഷെ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. മണ്ണ് മേടിക്കാൻ ചെന്നു, 3 അടി മണ്ണ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഭൂമി കഴിഞ്ഞു, എന്തോ ആകാശം കഴിഞ്ഞു. പിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അല്ല, ഇന്ദ്രലോകത്ത് പോയിട്ട് പറയും അവിടെ ഭയങ്കര സമൃദ്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ശരിയാവില്ല, ബാലൻസ് ആവില്ല എന്ന് പറയുന്നത്. അപ്പം അവനെ ഒന്ന് താഴ്ത്തി വന്ന് മഹാബലി ബേസിക്കലി മഹാബലി അപ്പൊ പോകുമ്പോ അസുരൻ. അപ്പം ദേവലോകത്ത് ദേവന്മാർക്ക് ഇഷ്ടമായില്ല മഹാബലിയുടെ നാട്ടിൽ ഇത്രയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയും, വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറയും, ഇങ്ങനെ പോയി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. പുള്ളി വാമനൻ്റെ വേഷത്തിൽ വന്നിട്ട്, പുള്ളി ഭയങ്കര ദാനശീലനാണ് മഹാബലി. അപ്പോൾ പുള്ളി ദാനശീലനായതുകൊണ്ട് പുള്ളി ഇവിടെ വരുമ്പോൾ കുട്ടിയായിട്ടാണ് വന്ന് ചോദിക്കുന്നത്. അപ്പം പുള്ളി ഒരു യാഗം നടത്തുന്ന സമയത്താണ് വന്ന് ചോദിക്കുക. അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും. ബ്രാഹ്മണന്മാർ ചോദിച്ചാൽ യൂഷ്വലി ആ സമയത്ത് ഇവർക്ക് ദാനം കൊടുക്കണം എന്നുള്ളതുണ്ട്. അപ്പം ചോദിക്കുന്നത് പുള്ളി വിചാരിച്ച് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു. പുള്ളി 3 അടി മണ്ണ് ചോദിച്ചു. അപ്പോൾ 3 അടി മണ്ണല്ലേ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആദ്യത്തെ അടി വെച്ചു, ഭൂമി അളന്നു. രണ്ടാമത്തെ അടി ആകാശം വളർന്നു. 3-ാമത്തെ അടി എവിടെ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. അപ്പം മഹാബലിയുടെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് പോയി. അവിടെ പോയപ്പോ മഹാബലി പറഞ്ഞു, എന്റെ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വർഷത്തിലൊരിക്കൽ വരാൻ വേണ്ടിയിട്ട് ഒരു അവസരം തരണം എന്ന് പറയാം. അങ്ങനെ കൊടുത്ത അവസരമാണ്, അങ്ങനെ വരുന്ന ദിവസമാണ് ഓണം. അടിപൊളി. സെറ്റ്. ഇനി നമുക്കൊരു ടാസ്കും കൂടി ഇല്ല. സുന്ദരിക്ക് പൊട്ട് തൊടൽ. ഈശ്വര,
സുന്ദരി. ഇത് ഞാൻ തന്നെ പിന്നെ കൃഷ്ണേട്ടൻ എന്നെ ഇത്രയും പ്രശംസിക്കാറില്ല. പാടിയെന്ന് എനിക്കറിയാം. ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങനെ പോയി. എന്റെ കുറെ ഫ്രണ്ട്സ് വരും വീട്ടില് ഫുഡ് കഴിക്കാൻ. അതൊക്കെയാണ് എന്റെ. പിന്നെ നമുക്ക് നോൺ വെജ് ഉള്ള ഓണം, അതും ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. ഇതിലൊക്കെ ചിക്കനും ബീഫും ഇല്ലാതെ എന്തോണം ഇല്ല, ഞങ്ങൾക്ക് അവിടെ നോൺ വെജ് ഉണ്ടാവും, മസ്റ്റാണ്. എന്നന്ന് പറഞ്ഞിരുന്നു, 12 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മേ ബി പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടും കുറേ പുലിവാലി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്.